നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2026 കേരളത്തിലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ എന്നീ 4 പ്രോഗ്രാമുകൾക്കുള്ള എൻട്രൻസ് കമ്മീഷണറുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ജനുവരി 5 മുതൽ ജനുവരി 31 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം. കേരളത്തിലെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിഭാഗത്തിനും നിർബന്ധമായും കേരളത്തിൽ പ്രവേശനം നേടണമെങ്കിൽ കീം 2026 മെഡിക്കൽ എന്ന കോഴ്സിന് അപേക്ഷിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ബന്ധപ്പെട്ട സാമുദായിക സംവരണം ലഭ്യമാക്കുവാനായുള്ള സർട്ടിഫിക്കറ്റുകൾ ഫെബ്രുവരി 7 വരെ അപ്ലോഡ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ പ്രവേശനം നേടുന്നതിനായിട്ടുള്ളതാണ് കീം 2026. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും സീറ്റുകളിൽ OBC റിസർവേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നീറ്റ്, JEE പോലെയുള്ള മറ്റ് നാഷണൽ ലെവൽ പരീക്ഷകളിലെല്ലാം 27% OBC റിസർവേഷൻ ഒരുമിച്ച് ലഭ്യമാകുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന നോൺ ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് OBC നോൺ ക്രിമിലെയർ അനുവദിക്കുന്നത്. ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, KU, KN എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് അവരുടെ റിസർവേഷന് അടിസ്ഥാനത്തിൽ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു. കേരളത്തിലെ OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട ജാതിയിലുള്ളവരുടെ ലിസ്റ്റ് കേരള പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ് ഇതിനായി സമർപ്പിക്കേണ്ടത്. എടുക്കുന്ന ഡേറ്റ് മുതൽ 1 വർഷത്തേക്കാണ് ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി. നിർബന്ധമായും സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ കേരള എൻട്രൻസ് കമ്മീഷണർ പരിഗണിക്കുകയുള്ളൂ. തഹസീൽദാരെന്നുള്ള നോൺ ക്രിമിലെയർ പരിഗണിക്കുകയില്ല. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് വിഭാഗത്തിലുള്ള ഈ സംവരണ ആനുകൂല്യത്തിന് അടിസ്ഥാനമായ വിദ്യാർത്ഥികൾ ഈ ജാതി ഉപജാതി വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് കാണിക്കുന്ന നോൺ ക്രിമിലെയർ ആണ് ഫെബ്രുവരി 7 അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിനായി ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ് ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ വരുവാനായി ധാരാളം മാനദണ്ഡങ്ങളാണ് നിലവിലുള്ളത്. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 8 ലക്ഷം രൂപയാണ് വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ പലവിധ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് വില്ലേജ് ഓഫീസർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അച്ഛനോ അമ്മയോ വിദേശത്താണെന്നുണ്ടെങ്കിൽ പോലും നോൺ ക്രിമിലെയറിന് അർഹത ഉണ്ടായിരിക്കാം. അതുകൊണ്ട് OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് എങ്കിൽ റവന്യൂ അധികാരികളോട് ചോദിച്ച് മനസ്സിലാക്കി, വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നോൺ ക്രിമിലെയറിന് അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്യുന്നത് ജനറൽ വിഭാഗത്തിലും OBC വിഭാഗത്തിലും പരിഗണിക്കുവാനുള്ള സാധ്യത കൂട്ടുന്നു. അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലി ഉണ്ട് എന്നുള്ളതും അവർ നിലവിൽ ഗസറ്റഡ് റാങ്കിലാണ് എന്നുള്ളതൊന്നും ചിലപ്പോൾ നോൺ ക്രിമിലെയറിനെ ബാധിച്ചേക്കില്ല. അതുകൊണ്ട് ഗവൺമെൻറ് വിഭാഗത്തിലൊക്കെ ജോലി ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലാണ് അവർ ഗവൺമെൻറ് ജോലിയിൽ കയറിയത്, ഏത് ക്ലാസ്സിലാണ് ജോലിയിൽ പ്രവേശിച്ചെന്നുള്ളതൊക്കെയാണ് സാധാരണ വില്ലേജ് ഓഫീസർ മാനദണ്ഡങ്ങളായി പരിഗണിക്കുക. അതുകൊണ്ട് ഓരോ വിഭാഗത്തിലും പെട്ട 95% വിദ്യാർത്ഥികൾക്കും നോൺ ക്രിമിലെയറിന് അർഹത ഉണ്ടാ എന്നുള്ളത് മനസ്സിലാക്കി വില്ലേജ് ഓഫീസറിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് പരിശോധിച്ചിട്ട് വേണം CEയുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ. കാൻഡിഡേറ്റ് നിലവിൽ അച്ഛൻ്റെ ജാതി അനുസരിച്ച് അല്ലെങ്കിൽ അമ്മയുടെ ജാതി അനുസരിച്ച് നിലവിൽ ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥി ആണെങ്കിൽ പോലും അച്ഛനോ അമ്മയോ വ്യത്യസ്ത ജാതിയിൽപ്പെടുകയും അതിൽ ഒരാൾ OBC വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിൽ കേരള 2026 പ്രോസ്പെക്ടസ് പ്രകാരം പേജ് നമ്പർ 33 അവർക്ക് OBC സംവരണത്തിന് അർഹതയുണ്ട്. അച്ഛൻ ജനറൽ വിഭാഗത്തിലും അമ്മ OBC വിഭാഗത്തിലുമാണ്. വിദ്യാർത്ഥി ജനറൽ വിഭാഗത്തിലാണെങ്കിലും അമ്മയുടെ OBCക്ക് അനുസരിച്ച് വിദ്യാർത്ഥിക്ക് OBC നോൺ ക്രിമിലെയർ ലഭിക്കാനുള്ള അർഹതയുണ്ട്. വില്ലേജ് ഓഫീസിനുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് മാത്രം. എടുക്കുന്ന ഡേറ്റ് മുതൽ 1 വർഷത്തേക്കാണ് നോൺ ക്രിമിലെയറിൻ്റെ കാലാവധി.
അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആയിരിക്കണമെന്നുള്ളതാണ് കീം 2026 നിയമം. കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ബന്ധപ്പെട്ട OBC നോൺ ക്രിമിലെയർ സമർപ്പിക്കുകയും അത് കേരള എൻട്രൻസ് കമ്മീഷണർ പരിശോധിച്ച് സാധുതയായ നോൺ ക്രിമിലെയറാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ മെയ് അവസാനത്തോടുകൂടി നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം ആ കാറ്റഗറിയിലോട്ട് മാറ്റപ്പെടുകയും ജനറൽ വിഭാഗത്തിലും OBC വിഭാഗത്തിലും സീറ്റുകൾക്ക് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതനുസരിച്ചായിരിക്കും ഈഴവ 9%, മുസ്ലിം 8%, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ് അങ്ങനെ ഓരോ വിഭാഗത്തിനുമുള്ള സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത്. കീം 2026 സാമുദായിക സംവരണത്തിന് അർഹതയുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ ഫെബ്രുവരി 7 വരെയാണ് സാവകാശം അനുവദിച്ചിരിക്കുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.